ഈസി ആയിട്ട് ബാക്ക്വേർഡ് അപ്രോച്ച് വരെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റനാണ്. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് ആ 11 മണിക്കൂറിൻ്റെ ക്ലാസ് കാണുക. ഞാനത് ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെച്ചേക്കാം, ഇവിടെ വെച്ചേക്കാം. നിങ്ങളത് കണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് വേറെ നോക്കിയാൽ മതി. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസ് ക്ലാസ്സാണ്. ഇവിടെ നമുക്ക് ബാക്ക്വേർഡ് അപ്രോച്ച് നമുക്ക് ചെയ്യാം. ബാക്ക്വേർഡ് അപ്രോച്ച് അറിയണമെങ്കിൽ പെർസെൻറ്റേജ് നന്നായിട്ട് അറിഞ്ഞെങ്കിലേ പറ്റൂ, പെർസെൻറ്റേജിൻ്റെ കാൽക്കുലേഷനൊക്കെ അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഈ ക്ലാസ് മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കിൽ നിന്ന് പോകാം. അതായത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ റിമൈനിങ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്ക്, പേനയുടെ സൈസ് കുറച്ചൊന്ന് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 67% ഓഫ് ദ റിമൈനിങ് സ്റ്റുഡൻസ് ഗോട്ട് 188 മാർക്സ് ആൻഡ് റെസ്റ്റ് 66 സ്റ്റുഡൻസ് ഗോട്ട് 185. അപ്പോൾ ഈ 188 മാർക്ക്, 155 മാർക്ക്, 190 മാർക്ക്, 195, 200 മാർക്ക്, അതിനൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു, ആ ആൾക്കാരുടെ 100% ഇവിടെ വരെ. ഇത് കഴിഞ്ഞിട്ട് എത്രയോ ആൾക്കാരുണ്ട്, അത്രയും ആൾക്കാരിൽ അവരുടെ 67% മാറി ബാക്കി എത്ര ശതമാനം വരും അവരുടെ? ബാക്കി 33. 100 - 67 33. അപ്പോൾ ഇവിടെ വരെയുള്ള ആൾക്കാരുടെ 33% വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ 66 തന്നിട്ടുള്ളത്. അപ്പോൾ 33ൻ്റെ വാല്യൂ 66 ആണെങ്കിൽ പേന എടുക്കാതെ ചെയ്യാം. 100ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 200 ആയിരിക്കും. ഇത് പേന എടുക്കാതെ നിങ്ങൾക്ക് ഇവിടെ വരെ 200 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ പ്രൊവൈഡഡ് ഈ ക്ലാസ് കണ്ടവർക്ക് മാത്രം, പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കണ്ടവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പഠിക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ 200 കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 200 കുട്ടികളും അതിൻ്റെ റിമൈനിങ് സ്റ്റുഡൻസ് ആൻഡ് 2 more സ്റ്റുഡൻസ്. അപ്പോൾ 2 പേര് കൂടെ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് 200 പേര് ഇവിടെ വന്നത്. ആ 2 പേര് പോയില്ലായിരുന്നെങ്കിൽ എത്ര പേര് വന്നേനെ? ഇവിടെ വരെ ആ 2 കൂടെ ചേർത്ത് ഇവിടെ വരെ 202 കുട്ടികൾ വന്നേനെ. അപ്പോൾ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? അതിൻ്റെ 50% മാറിയതിന് ശേഷമാണ് 202 കുട്ടികൾ വന്നത്. അപ്പോൾ എത്രയോ ഇവിടെ വരെ ഉണ്ടായിരുന്നത്, ഇവിടെ വരെ ഉണ്ടായിരുന്നതിൻ്റെ 100%. ബേസ് ചേഞ്ചായി. ഇവിടെ വരെ ഉണ്ടായിരുന്നതിൻ്റെ 100% ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരെ ഉണ്ടായിരുന്നതിൻ്റെ 50% പോയി. അപ്പോൾ ഇവിടെ വരെ ഉണ്ടായിരുന്നതിൻ്റെ ബാക്കി 50% ഉള്ളത്, അതാണ് 202. എന്നാൽ 100% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി. അപ്പോൾ ഇവിടെ വരെ എത്ര കുട്ടികളുണ്ടായിരുന്നു? 404 കുട്ടികളുണ്ടായിരുന്നു. ഇതൊക്കെ പേന എടുക്കാതെ ചെയ്യാവുന്ന ക്വസ്റ്റനാണ്. പേന വേണ്ട, ഇതുവരെ എഴുതാൻ പേന വേണ്ട. അപ്പോൾ അതിനകത്ത് 10 പേരൂടെ നേരത്തെ പോയി. അപ്പോൾ 10 പേരൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 404ൻ്റെ കൂടെ 10 പേരുടെ കൂട്ടി 414 കുട്ടികളായിരുന്നതിനെ ഇവിടെ വരെ. അപ്പോൾ 414 കുട്ടികൾ വന്നത് എന്താ? ഇവിടെ വരെയുള്ള ആൾക്കാരുടെ 100%. 82% പോയി. അപ്പോൾ ബാക്കി 18% ഉള്ളത്. അപ്പോൾ ആ 18% പോയില്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ വന്നേനെ. അപ്പോൾ ബാക്കിയുള്ളവരുടെ 18% 414. എന്നാൽ 100%. ഇനി 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2300 വന്നേനെ. ഇവിടെ വരെ 2300 കുട്ടികളുണ്ട്. അതിനകത്ത് 4 പേർ കൂടെ എന്ത് ചെയ്തു? മാറി. അപ്പോൾ അവരോട് ഉണ്ടായിരുന്നെങ്കിൽ 2304 വന്നേനെ. അപ്പോൾ എത്രയോ സ്റ്റുഡൻസിൻ്റെ, അപ്പോൾ അത് എങ്ങനെ വന്നത്? ഇവിടെ വരെ 33.33 സ്റ്റുഡൻസ് മാറിയതിന് ശേഷം. അപ്പോൾ ബാക്കി ഇവിടെ എത്ര ആയിരുന്നു? ഇവിടെ ഇതിൻ്റെ 100% ആൾക്കാരാണുള്ളത്. അപ്പോൾ അതിൻ്റെ 33.33 മാറിയാൽ ബാക്കി 66.66. അപ്പോൾ ഈ 2304 എന്ന് പറയുന്നത് എത്രയോ ആൾക്കാരുടെ 66.66% നമുക്ക് 100% വേണം. വെട്ടുമ്പോൾ 3/2 എന്ന് വരും. 2304 / 2 × 3 നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 3456. സമയം തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുക.